ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വരുന്നത് ഞാൻ അർഷിക്കുട്ടന് വേണ്ടി മേടിച്ച 2 പ്രോഡക്റ്റിൻ്റെ റിവ്യൂ ആണ് കേട്ടോ. ഇതിൽ ആദ്യത്തേന്ന് പറയുന്നത് ബേബീസിനെ കിടത്താനുള്ളൊരു മാറ്റും, രണ്ടാമത്തത് ഒരു ഫീഡിങ് കോംബോ ആണ്. ഈ 2 പ്രോഡക്റ്റ് ഞാൻ മേടിച്ചത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നത് ബിലോ 1000 ആണ്. അർഷിക്കൂട്ടനാണെങ്കിലും 3.5 മാസത്തിലങ്ങ് കമിഴുന്നതിന് ശേഷം ബാക്കിയുള്ളതിനോടൊന്നും ഒരു താല്പര്യമില്ല. അതായത് മുട്ടയിൽ എഴയാനോ എഴുന്നേറ്റിരിക്കാനോ ഒന്നും വലിയ താല്പര്യം കാണിക്കുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചെന്ന് അവനെ കുറച്ച് സമയം കൂടുതൽ സമയം കൂടെ നിലത്ത് കിടത്താമെന്ന്. അങ്ങനെ ഉദ്ദേശിച്ച് ഞാൻ മേടിച്ചതാണ് ഈ മാറ്റ്. ഇതിൻ്റെ സൈസ് വരുന്ന എക്സ്ട്രാ ലാർജ് ആണ്. അതുപോലെ തന്നെ മെറ്റീരിയൽ റബ്ബറാണ്. ഇതുപോലെ തന്നെ ഇത് BPA ഫ്രീ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം മേടിച്ചപ്പോൾ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഇതിന് തിക്നെസ് ഉണ്ടാവുമോ, അതുപോലെ തന്നെ നമ്മൾ ഉദ്ദേശിച്ചത്രയും വലിപ്പം ഉണ്ടാവുമോ എന്നൊക്കെയുള്ളൊരു നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു. എന്താ വെച്ചാൽ ഇതിന് റിവ്യൂസ് ഒന്നും ഉണ്ടായില്ല. ഞാൻ ആദ്യം നോക്കി വെച്ച ആദ്യം ഞാൻ റിവ്യൂ ഒക്കെ നോക്കി 2-3 പ്രോഡക്റ്റ് കാർട്ടിലിട്ട് വെച്ചിരുന്നു. പക്ഷേ അതെല്ലാം ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു. അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ ഇത് മേടിച്ചത്. അപ്പോൾ ഒരു ഗസ്റ്റിൻ്റെ പുറത്ത് കൊള്ളാമെങ്കിൽ മേടിക്കുക, ഇല്ലെങ്കിൽ റിട്ടേൺ ചെയ്യാം എന്ന് വിചാരിച്ചാണ് ഞാനിത് ഓർഡർ ചെയ്തത്. പക്ഷേ കൈ കിട്ടിയപ്പോൾ എനിക്ക് നല്ല പ്രൊഡക്റ്റായിട്ട് തന്നെയാണ് തോന്നിയത്. വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കമിഴാനായ കുഞ്ഞുങ്ങൾക്കും അതുപോലെ തന്നെ മുട്ടയിൽ എഴുതുന്ന കുഞ്ഞുങ്ങൾക്കും ഒക്കെ പറ്റിയൊരു പ്രൊഡക്റ്റാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് കൂടുതൽ സമയം അവരെ നിലത്ത് കിടത്തണമെങ്കിൽ ഈ മാറ്റിൽ കിടത്താം, ഇതിൽ കിടത്തി ഉറക്കാം. ഞാനിപ്പോൾ അവൻ അങ്ങനെയാണ് ചെയ്യുന്നത്. ഇതിനകത്ത് കിടത്തി ഉറക്കാറുണ്ട്, ഇതിനകത്ത് ഇരുത്തി കളിപ്പിക്കാറുണ്ട്, ഞാൻ അവനും കൂടെ കിടക്കാറുണ്ട്, കളിക്കാറുണ്ട്, എല്ലാം ഇതിനകത്ത് തന്നെയാണ് ചെയ്യുന്നത്. കുഞ്ഞാണെങ്കിൽ നല്ല കംഫർട്ടബിൾ ആയിട്ട് തന്നെയാണ് കേട്ടോ ഇതിൽ കിടക്കുന്നത്. വേറെ അസ്വസ്ഥ ബുദ്ധിമുട്ടൊന്നുമില്ല. അതായത് ഞാൻ ഡയപ്പർ ഇടാണ്ടും ഡയപ്പർ ഫ്രീ ആയിട്ടൊക്കെ ഇതിനകത്ത് കിടത്തുന്നുണ്ട്. അപ്പം ഇടയ്ക്കൊന്ന് എടുത്തൊന്ന് ഒന്ന് വെയിലത്തിട്ട്, ഇടയ്ക്കൊന്ന് കഴുകിയിട്ട് ഒന്ന് വെയിലത്തിട്ട്, അതുപോലെ ഡെറ്റോളിട്ടൊക്കെ ചെറുതായിട്ടൊന്ന് തുടച്ചെടുത്തൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. റബ്ബർ ആയതുകൊണ്ട് തന്നെ കുഞ്ഞിൻ്റെ മൂത്രം കുറച്ച് പറ്റിയാൽ ഇത് വെറ്റാവുന്ന കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ തുടച്ച് കളഞ്ഞാൽ വെള്ളം കളയാൻ പറ്റും. ഇതിൻ്റെ സൈസ് വരുന്നത് 6.5 x 5 feet ആണ്. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും ഒരുപാട് നീളവും വീതി ഇതിനുണ്ട് കേട്ടോ. അതായത് അവന് നല്ല രീതിയിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിഞ്ഞും മറിഞ്ഞും കമിഴ്ന്നും കളിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ സൈസ് വരുന്നത്. ഇതിൻ്റെ വേറൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ 2 സൈഡ് യൂസ് ചെയ്യാം കേട്ടോ. ഒരു സൈഡിൽ റോഡും വെഹിക്കിൾസും ഒക്കെ ആണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിൽ വരുന്നത് ഫോറസ്റ്റും ട്രീസും ഒക്കെയാണ്. അപ്പോൾ നമുക്ക് 2 സൈഡിലും മാറ്റി മാറ്റി കിടത്താൻ പറ്റും. അതുപോലെ തന്നെ ഓരോ യൂസ് കഴിഞ്ഞിട്ട് നമുക്ക് ഫോൾഡ് ചെയ്ത് എടുത്ത് വെക്കാനും ക്യാരി ചെയ്യാനും ഒക്കെ എളുപ്പമാണ്. കാരണം ഇതിൻ്റെ കൂടെ തന്നെ അവർ ആ ക്യാരി ബാഗും തന്നിട്ടുണ്ട്, അതിനകത്ത് നമുക്ക് ക്യാരി ചെയ്യാനും പറ്റും. പിന്നെ ഈ മാറ്റിന് അത്യാവശ്യം നല്ല തിക്നെസ് കൊണ്ടിട്ട് ഇപ്പോൾ കുഞ്ഞ് പെട്ടെന്നൊന്ന് ഒറ്റയടിച്ചങ്ങ് കമിഴ്ന്ന് നേരെ കിടക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ കുഞ്ഞിൻ്റെ ഹെഡ് വന്നിട്ട് ഫ്ലോറിൽ ഇടിക്കത്തില്ല. നല്ല തിക്നെസ്സിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. 0.6 cm തിക്നെസ് വരുന്നുണ്ടെന്നാണ് ഈ പ്രൊഡക്റ്റിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇത് കിട്ടിയപ്പോൾ ആദ്യം ഒരു റബ്ബറിൻ്റെതായ ഒരു സ്മെല്ലുണ്ടെങ്കിലും പിന്നെ അത് തുറന്ന് കുറച്ച് സമയം വെച്ചപ്പോഴത്തേക്ക് അതങ്ങ് മാറിയായിരുന്നു കേട്ടോ. അപ്പോൾ വേറെ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല. കുഞ്ഞിന് കംഫർട്ടബിളായിട്ട് തന്നെ കിടക്കാനും പറ്റും കേട്ടോ. ഞാൻ അർഷിക്കുട്ടനെ ഇതിനകത്തൊന്ന് കിടത്തി നോക്കിയിരുന്നു പ്രൊഡക്റ്റ് കിട്ടിയപ്പോൾ തന്നെ. അവൻ സൂപ്പർ ഹാപ്പി ആയിരുന്നു. കുറച്ച് മേനകത്ത് കിടന്ന് കളിച്ചിട്ടൊക്കെയാണ് കേട്ടോ പിന്നെ ഉറങ്ങിയത്. പിന്നെ ആദ്യമായിട്ട് ഇത് കിട്ടിയപ്പോൾ അതിലിങ്ങനെ അവൻ്റെ വിരൽ വെച്ച് അവനിങ്ങനെ ഉരച്ച് നോക്കുന്നുണ്ടായിരുന്നു. അപ്പം നല്ല സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവനത് റിപ്പീറ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ആശ നല്ല ഹാപ്പിയാണ് പ്രൊഡക്റ്റിൽ. നമ്മൾ അർഷിക്കുട്ടന് വേണ്ടി വാങ്ങിയ 2ാമത്തെ പ്രോഡക്റ്റ് ഈ ഫീഡിങ് സെറ്റാണ് കേട്ടോ. ഇതൊരു 7 പ്രോഡക്റ്റ് വരുന്നൊരു ഫീഡിങ് സെറ്റാണ്. ഇതിൻ്റെ MRP പ്രൈസ് വരുന്നത് 2499 രൂപയാണ്. ഞാനിത് മേടിച്ചത് 943 രൂപയ്ക്കാണ് കേട്ടോ. അപ്പോൾ ഇത് മൊത്തം സിലിക്കൺ, ഇതിലുള്ള എല്ലാ പ്രോഡക്റ്റ്സും സിലിക്കണിൽ വരുന്നതാണ്. സിലിക്കൺ ടേബിൾ വെയർ 6 പീസ് സെറ്റാണ് കേട്ടോ. ഡാർക്ക് പിങ്ക് ആണ് ഇതിൻ്റെ കളർ വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിനുള്ളിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കിയാലോ. ഇതിൻ്റെ ബ്രാൻഡ് വരുന്നത് ടോണി സ്റ്റാർക്ക് ആണ് കേട്ടോ. അപ്പോൾ ഇതിൽ ആദ്യത്തെ എന്ന് പറയുന്ന ഒരു ബിബാണ്. അപ്പോൾ ഇതിൽ നമുക്ക് 4 ഇതായിട്ട് വരുന്നുണ്ട്. അപ്പം നമുക്ക് കുഞ്ഞിൻ്റെ നെക്കിൻ്റെ സൈസിനനുസരിച്ച് ഇതിലേതിൽ വേണമെങ്കിലും ഇടാം. ഇത് 4 ബട്ടൺ 4 വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇടാനുള്ള ഹോൾ 4 വരുന്നുണ്ട്. നെക്ക് സൈസ് അനുസരിച്ച് നമുക്ക് ഇതിലേത് വേണമെങ്കിലും ഇടാൻ പറ്റുന്നതാണ്. ഇങ്ങനെയാണ് ഇത് വരുന്നത് കേട്ടോ. രണ്ടാമത്തത് ഈ ഫീഡിങ് പ്ലേറ്റ് ആണ്. അപ്പം ഇത് സെക്ഷൻ പ്ലേറ്റ് ആണ്. ഇതിൽ 4 സെക്ഷൻ കപ്സ് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ പ്ലേസ് ചെയ്താൽ ഇത് വിട്ട് വരാൻ നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇങ്ങനെ ഇതിപ്പോൾ എൻ്റെ ഈ ടേബിളിന് ചെറിയൊരു ചെരിവുണ്ട്, അതുകൊണ്ടാണ് ഇതിങ്ങനെ വരുന്നത്. അപ്പോൾ അല്ലെങ്കിൽ നമ്മളിങ്ങനെ പ്ലേസ് ചെയ്താൽ വിട്ട് വരാൻ നല്ല പാടാണ് കേട്ടോ. ഞാൻ ടൈൽസിൽ എങ്ങനെയാണ് കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ കപ്പാസിറ്റി വരുന്നത് ഇത് 180 ml, ഇത് 180 ml, ഇത് 300 ml ആണ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും വെജീസൊക്കെ ഇതിനകത്ത് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ദോശ ഇഡ്ഡലി അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് ഈ സൈഡിൽ കൊടുക്കാൻ പറ്റും. 3 സെക്ഷനായിട്ടാണ് വരുന്നത്. അടുത്തായിട്ട് വരുന്നത് ഈ ബൗളാണ് കേട്ടോ. അതായത് നമുക്ക് കുറുക്കൊക്കെ കൊടുക്കാൻ വേണ്ടി ഈ ബൗൾ യൂസ് ചെയ്യാം. ഇതും സെക്ഷൻ തന്നെ വരുന്ന ടൈപ്പ് ബൗളാണ്. നല്ല സൈസൊക്കെ നല്ല രീതിയിൽ തന്നെ സോഫ്റ്റ് ആക്കിയിട്ട് വരുന്ന ബൗളാണ്. സിലിക്കൺ മെറ്റീരിയലാണ് എല്ലാം കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ പ്ലേസ് ചെയ്താൽ സെക്ഷനാണ്, നമ്മൾ വലിച്ചാൽ വരത്തില്ല. പിന്നെ ഇവിടെ ഒരു കുഞ്ഞ് ഡോട്ട് പോലത്തെ ഒരു സാധനമുണ്ട്, കണ്ടോ, കാണിച്ചു തരാം. ഇങ്ങനെ കാണിച്ചു തരാം.
ഇങ്ങനെ വെച്ചാൽ വരത്തില്ല. അപ്പോൾ നമ്മൾ ഈ സാധനത്തെ പിടിച്ച് വലിച്ചാൽ ഇത് ഈസി ആയിട്ട് നമുക്ക് പൊക്കിയെടുക്കാൻ പറ്റും. അങ്ങനെയാണ് ഇത് വരുന്നത്. ഇതിൻ്റെ ഡിസൈൻ നല്ല രീതിയിൽ നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് കേട്ടോ. അടുത്തത് വരുന്നത് സിലിക്കണിൻ്റെ കപ്പാണ്. നമുക്ക് കുഞ്ഞുങ്ങൾക്ക് വെള്ളമൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കപ്പാണ്. സിപ്പർ കപ്പാണ് കേട്ടോ. ഇതിൻ്റെ കപ്പാസിറ്റി വരുന്നത് 150 ml ആണ്. ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് 150 ml വരെ വാട്ടർ ഇതിനകത്ത് ഹോൾഡ് ചെയ്യും. പിന്നെ ഇത് ഇവിടെ ചെറിയൊരു മീൻസ് നമ്മളിങ്ങനെ ഞെക്കി നോക്കി കാണാൻ പറ്റും. ഇവിടെ ഓട്ട കറക്റ്റ് മീൻസ് ആ ഹോള് കറക്റ്റായിട്ട് വന്നിട്ടില്ല. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇത് മൂടി വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മൂടിയും കൂടെ വരുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് തണുപ്പ് ചൂട് മാറാനും അല്ലെങ്കിൽ ജസ്റ്റ് മൂടി വെക്കാനൊക്കെ ആയിട്ട് നമുക്കിത് വെച്ചിട്ട് മൂടി വെക്കാം. അപ്പോൾ ഇതാണെങ്കിൽ നല്ല രീതിയിൽ ഹോൾഡായിട്ടിരുന്ന വെള്ളം ലീക്കാവോ കാര്യങ്ങളൊന്നും വരുന്നത് നമുക്കിത് അടച്ചു വെക്കാൻ നല്ല രീതിയിൽ തന്നെ മുറുക്കി അടച്ചു വെക്കാൻ പറ്റും കേട്ടോ. ഇങ്ങനെ അടച്ചു വെച്ചാൽ നമുക്കിതിൽ വെള്ളം കുടിക്കാം. നല്ല ഭംഗിയുള്ള ഡിസൈനുമാണ്. ഇതാണ് വരുന്നത്. അടുത്തത് ഇതിൻ്റെ കൂടെ വരുന്നത് ഫോർക്ക് ആൻഡ് സ്പൂൺ ആണ് കേട്ടോ. ഇത് സിലിക്കൺ തന്നെയാണ്. പക്ഷേ ഇതിന് കുറച്ച് സൈസ് കൂടുതലായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇത് അത്ര യൂസ്ഫുൾ ആയിട്ട് തോന്നിയില്ല. സ്പൂണിന് നല്ല വലിപ്പമുണ്ട്. ഇപ്പോഴത്തെ ഈ ഒരു ഏജിൽ ഇത് കൊടുക്കാൻ പറ്റത്തില്ല. കുറച്ചുകൂടെ ലേറ്റ് ആയിട്ട് 8, 9, 10 മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഇത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതിൻ്റെ വീഡിയോ എടുക്കുന്നതിനിടയ്ക്ക് അർഷിക്കുട്ടൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റു കേട്ടോ. അപ്പോൾ അവൻ്റെ അച്ഛൻ അവനെ എടുത്തുകൊണ്ട് വന്ന് ഇവിടെ ഇരുത്തിയേക്കാണ്. അപ്പോൾ ഞാൻ അവനെ ചുമ്മാ ഒന്ന് കാണിച്ചു കൊടുത്താണ്. ഇതും ഈ കോമ്പോയോട് തന്നെ വരുന്നതാണ്. മീൻസ് ടങ്ങൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റിയ ഒരു ബ്രഷ്. ഇതിൻ്റെ ബ്രിസിൽസ് ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ. വേനൽ കാര്യങ്ങളൊന്നും എടുക്കത്തില്ല. മോണയൊക്കെ ചെറുതായിട്ട് ക്ലീൻ ചെയ്യാനും മറ്റേ ടങ്ങൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനും പറ്റിയൊരു പ്രൊഡക്റ്റാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് നമ്മുടെ ഫീഡിങ് പ്ലേറ്റ് ഞാൻ ടൈൽസിൽ വെച്ച് കാണിക്കുന്നതാണ്. കണ്ടോ 4 സെക്ഷൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇത് 4 നമ്മൾ ഒന്നിച്ച് പൊക്കിയാൽ മാത്രമേ നമുക്ക് ആ പ്ലേറ്റ് എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ അതവിടെ കറക്റ്റായിട്ടെങ്കിൽ നമ്മളിപ്പോൾ 2 എടുത്ത് അടുത്തത് പൊക്കാമെന്ന് ചിലപ്പോൾ മറ്റത് വീണ്ടും അവിടെ തന്നെ ഫേമായി പോവും. അപ്പോൾ 4 ഒന്നിച്ചെടുത്താൽ നല്ല പ്രോപ്പറായിട്ട് നമുക്ക് കിട്ടും. അതായത് നമുക്ക് ഹൈ ചെയറിലൊക്കെ ഇരുത്തി കൊടുക്കുമ്പോഴും അല്ലെങ്കിൽ നിലത്തൊക്കെ ഇരുത്തി ഫുഡ് കൊടുക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അത് പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുകയോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റത്തില്ലാത്ത രീതിയിലാണ് ഇതിരിക്കുന്നത്. കറക്റ്റായിട്ട് അവിടെ ഇരുന്നോളും. മീൻസ് ഫുഡ് കുടിക്കാൻ വേറെ സ്പില്ലാവോ കാര്യങ്ങളൊന്നും വരത്തില്ല. അതുപോലെ തന്നെയാണ് ഈ ബൗളും വരുന്നത്. ബൗളും നല്ല രീതിയിൽ തന്നെ ഹോൾഡായിട്ട് ഇരിക്കുന്നുണ്ട്. ഈ ഫീഡിംഗ് സെറ്റ് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുന്നത് ബേബി ലെഡ് വീനിങ് പ്ലാൻ ചെയ്യുന്നവർക്കായിരിക്കും. അതുപോലെ തന്നെ കുറച്ച് ഇരിക്കാനായി തന്നെ ഫുഡൊക്കെ കഴിക്കാൻ പറ്റിയ കുഞ്ഞുങ്ങൾക്കും ഈ പ്രൊഡക്റ്റ് വാങ്ങാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ 2 പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.